ഹോസ്റ്റൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വീക്കെൻഡ് ഔട്ടിംഗ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊരു ചുറ്റും. ഷഹനാസിൻ ചായ എല്ലാം കുടിച്ചു നേരെ വിട്ടു കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവിലേക്ക്. റീൽസ് കണ്ട് മുഷി നോട്ടമിട്ട് വെച്ചിരുന്ന കടകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ആ പരമസത്യം തിരിച്ചറിഞ്ഞു. റീലും തമ്മിൽ വകയിലെ ബന്ധം പോലും ഇല്ല. വന്നത് നാലാളെ അറിയിക്കേണ്ടതെന്ന് കരുതി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. വെറും പട്ടിഷോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വെറും 99 രൂപയ്ക്ക് ബാഗ് കണ്ടത്. ഒന്നും നോക്കിയില്ല, ഒരെണ്ണം കഴിക്കില്ല. കമ്മലുകൾ കണ്ടപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കി കൊടുത്തു. അവിടുത്തെ ചേട്ടനെ അല്ല കേട്ടോ, ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി മുഖ്യം. ബിഗിലെ 30 രൂപ കടയിൽ കയറി ആറഞ്ച് മുറിഞ്ഞ സാധനങ്ങൾ. ബിഷപ്പിന്റെ വില കൂടി വന്നതിനാൽ ഒട്ടും സമയം പഴക്കാതെ ഏതോ കടയിലേക്ക് കയറി. സത്യം പറയാലോ, വായി വെക്കാൻ കൊള്ളില്ലാത്ത ഫുഡ്, ധനനഷ്ടം തന്നെ. ഇനിയും വായന തുടരണമെന്ന ആഗ്രഹത്തിൽ അടുത്ത ബുക്ക് വാങ്ങി നേരെ നെസ്റ്റോയിലേക്ക്. ലഞ്ച് മൊത്തത്തിൽ ചീറ്റിപ്പോയതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിച്ച് ക്ഷീണം മാറ്റി. നെസ്റ്റോയിൽ ഇപ്പൊ 99 ഓഫർ ഉണ്ട്. വിലക്കുറവ് എന്ന് നമ്മുടെ മലയാളികളുടെ വീക്ക്നെസ് ആണ്. ലാഭത്തിൽ കിട്ടിയതെല്ലാം വാങ്ങി നേരെ ബീച്ചിലേക്ക്. കോഴിക്കോട് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണ്. എല്ലാം താമസിക്കാതെ ഉപ്പിലിട്ടതും കൈക്കലാക്കി ആ തീരത്ത് പോയി നിലയുറപ്പിച്ചു. മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ് അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ വരുന്നൊരു പാവം ചേട്ടന് വിഷമാണ്ടല്ലോ എന്ന് കരുതി ഒരു പഞ്ഞിമിഠായും കൂടണയ സമയമായി തോന്നിപ്പിക്കും വിധം സൂര്യൻ ബൈ ബൈ. ഒട്ടും താമസിക്കാതെ